അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും എഴുന്നേറ്റെന്ന് ഒരു ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾക്ക് തുടക്കം കുറിക്കാം. ഇലാ ഹദ്റത്ത് നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദ്റത്ത് അർവാഹി ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ وإلى حضرات أرواح مشايخنا وأساتذتنا كلهم خصوصا إلى حضرة بحر العلوم وكي أستاذ قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إن شاء الله ഇരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയതിൻ്റെ സവാബിനെ ഹബീബ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും എല്ലാ അംബിയാ മുർസലുകളിലേക്കും അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബങ്ങൾ, ബന്ധുക്കൾ, അവരുടെ ഹദ്റത്തിലേക്കും നമ്മുടെ മശായിഖുമാർ, ഉസ്താദുമാർ, പ്രത്യേകമായും നമ്മൾ ഈ സ്ഥാപനത്തിൽ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന വന്യരായ ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദ് ഖദ്ദസല്ലാഹു അസ്റാറുഹും അവരൊക്കെ ഹദ്റാത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരൊക്കെ ബറക്കത്ത് കൊണ്ട് നമുക്കൊരുപാട് ഉലൂമുകൾ നേടിയെടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആനെ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ച തഫ്സീറുകളെക്കുറിച്ചാണ് നുസ്രത്ത് ഗ്ലോബൽ ഗാലയുടെ 3-ാം എഡിഷനാവുന്ന ഈ മഹത്തായ പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകൾ. പരിശുദ്ധമായ ഖുർആനെക്കുറിച്ച് ഒരുപാട് പ്രബന്ധങ്ങളും ഒരുപാട് പഠനങ്ങളും ഇന്നലെയും മിഞ്ഞാന്നൊക്കെയായി ഈ മഹത്തായ വേദിയിൽ നടത്തപ്പെടുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് സമാപന ദിവസമാവുന്ന ഇന്ന് വന്യരായ അലി ഉസ്താദ് അടക്കമുള്ള ഒരുപാട് പണ്ഡിത നേതൃത്വത്തിൻ്റെതായ ക്ലാസ്സുകളും ഉപദേശങ്ങളും നമുക്ക് അനുഭവിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പറയണത് കേൾക്കുന്നുണ്ടോ? ശരി മനസ്സിലാണ്ടോ? നേരത്തെ സൂചിപ്പിച്ചതനുസരിച്ച് എനിക്ക് നൽകപ്പെട്ട വിഷയം ഒരു കാലഘട്ടത്തിൻ്റെ പണ്ഡിതനായിരുന്ന ശംസുൽ ഉലമ ശൈഖുന ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അവർ സഹീഹുൽ ബുഖാരിയിൽ കിതാബു തഫ്സീറിൽ ഉള്ള ചില വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നടത്തിയിരുന്ന തഹ്കീഖാത്തുകളും ചർച്ചകളും പറയുക എന്നുള്ളതാണ്. 1914 ജനിച്ച് 1996 വഫാത്തായ ഒരു മഹാപണ്ഡിത പ്രഭുവായിരുന്നു വന്യരായ ശംസുൽ ഉലമ. അള്ളാഹു അവിടുത്തെ ദർജകൾ ഉയർത്തിക്കൊടുക്കട്ടെ. അവിടുത്തെ പാണ്ഡിത്യത്തിൻ്റെ വിഷയത്തിൽ ആർക്കും രണ്ടഭിപ്രായമില്ല. അത്രമാത്രം വിഷയങ്ങളെല്ലാം ഗഹനമായി പഠിക്കുകയും പഠിച്ചത് മനസ്സിലാക്കിയതും സധൈര്യം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു ആർജവും കഴിവും മഹത്തായ ആ പണ്ഡിത ജ്യോതിഷത്തിനുണ്ടായിരുന്നു. 1984 മുതൽ 86 വരെയാണ് ശൈഖുനായുടെ അടുക്കൽ ഞാൻ പഠിക്കാനെത്തുന്നത്. ചെറുപ്പകാലത്ത് തന്നെ ശംസുൽ ഉലമയെക്കുറിച്ചുള്ളതായ
ശ്രുതിയും കേൾവിയൊക്കെ ഉണ്ടായപ്പോൾ അന്ന് തന്നെ ആഗ്രഹിച്ചതായിരുന്നു ഷെയ്ഖുനയുടേതായൊരു ശിഷ്യത്വം സ്വീകരിക്കണമെന്ന്. അന്നത്തെ സാഹചര്യങ്ങളൊക്കെ തികച്ചും പ്രതികൂലമായിരുന്നു. കാരണം അന്ന് ശംസുലുലമയും സുൽത്താനുലമയൊക്കെ ഒരേ ലൈനിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ തമ്പുരാക്കൾക്ക് അവരുടേതായ പ്രവർത്തനങ്ങളും അവരുടേതായ മുന്നോട്ടുള്ള ഗമനമൊക്കെ വളരെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും അത് കാരണമായി എല്ലാ നിലക്കുള്ള എതിർപ്പുകളും എല്ലാ നിലക്കുള്ളതായ കുപ്രചരണങ്ങളൊക്കെ നടത്തി മഹാനായ ഷെയ്ഖുനയുടെ അടുക്കലേക്ക് മുത്താലിമിൽ പോകുന്നതിനെ മുടക്കുന്നൊക്കെ സാഹചര്യം ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. അൽഹംദുലില്ലാ, ആഗ്രഹിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തൗഫീക്ക് നൽകി. ആ തൗഫീക്കിൽ ഞാൻ ഇന്നും വളരെ സന്തുഷ്ടനാണ്, വളരെ അഭിമാനിയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. മഹാനായ ഷെയ്ഖുന ഞാൻ പഠനത്തിന് ചെന്ന സമയത്ത് അന്ന് യുക്തിവാദികളുടേതായ പ്രധാന നേതാവ് ജോസഫ് എടമറുകാണ്. അദ്ദേഹം പരിശുദ്ധ ഖുർആൻ്റെ വിമർശന പഠനം എന്ന ഒരു പുസ്തകം രചിച്ചിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തിൻ്റെ 43-46 പേജുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം മോശപ്പെടുത്തിയുള്ളതായ അവതരണമാണ് നടത്തിയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്കിസോഫ്രീനിയ എന്നുള്ള ഒരു മാനസികമായ രോഗത്തിൻ്റെ അടിമയാണെന്നും അത് ഹദീസ് സംഭവങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാമെന്നും അദ്ദേഹം ആ പുസ്തകത്തിൽ സമർത്ഥിക്കുകയും അതിന് കാരണമായി തങ്ങളുടേതായ ചെറുപ്പത്തിലുള്ളതായ അനാഥത്വവും അതുപോലെ തങ്ങൾ അനാഥമായി ജനിച്ചപ്പോൾ വല്യപ്പൻ്റെ ഭാഗത്തുണ്ടായതായ അമിതമായ ആ വാത്സല്യവും അതുപോലെ കുടുംബപരമായ കർശനമായ അച്ചടക്കങ്ങളൊക്കെ ചെറുപ്പത്തിലെ തങ്ങളൊരു മാനസിക രോഗിയാക്കിയാണ് സമൂഹത്തിന് സമർപ്പിച്ചത്. ആ മാനസിക രോഗത്തിൻ്റെതായ മൂർധന്യദശയിൽ 40 വയസ്സായപ്പോൾ എത്തുകയും അത് കാരണമായി ആ മാനസിക രോഗത്തിൻ്റെതായ ചില ബഹിസ്ഫുടങ്ങളാണ് ഈ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്നതായ നിയമങ്ങളും സംഹിതകളൊക്കെ എന്ന് ഈ എടമറുക് തൻ്റെ ഖുർആൻ വിമർശന പഠനം എന്നുള്ള പുസ്തകത്തിൻ്റെ 43-46 പേജുകളിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ തികച്ചും അന്നത്തെ പണ്ഡിതന്മാരെല്ലാം അവരുടെ ക്ലാസ്സുകളിലും അവരുടേതായ പ്രസംഗങ്ങളിലൊക്കെ ഇത്തരം പൊള്ളയായ വാദങ്ങൾക്ക് മറുപടി തരുന്നതായ ഒരു സ്വഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഹബീബ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മറ്റ് അമ്പിയാക്കളുടെ എല്ലാം ഇസ്മത്ത്, അവരുടേതായ പാപസുരക്ഷിതത്വം അത് ശരീഅത്തിൽ വലിയതായൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചരിത്രങ്ങൾ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ ജീവിച്ച കാലത്ത് തങ്ങളെ അൽ അമീൻ എന്ന പേരിട്ട് വിളിച്ചത് തങ്ങളുടെ കുടുംബമല്ലായിരുന്നു, തങ്ങളുടെ നാട്ടുകാർ കൊടുത്ത പേരായിരുന്നു അൽ അമീൻ. എല്ലാ വിഷയത്തിലും വിശ്വസ്തനായത് കാരണമായി അൽ അമീൻ എന്നുള്ള പേര് തങ്ങൾക്ക് ലഭിച്ചു. ആ അൽ അമീൻ എന്നുള്ള പേര് കൊണ്ട് ഉള്ളതോടുകൂടെ തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളും ആ നിലക്കായതുപോൽ എല്ലാ വിഷയങ്ങളിലും തങ്ങളുടേതായ സാന്നിധ്യവും തങ്ങളുടേതായ ആ രംഗപ്രവേശനങ്ങളൊക്കെ എല്ലാവരും ആഗ്രഹിച്ചൊരു സമയമായിരുന്നു തങ്ങളുടേതായ ജീവിതകാലത്തിൻ്റെ ആദ്യഘട്ടം. ഹബീബ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആ വിഷയം പലപ്പോഴായി തങ്ങൾക്കെതിരായി വരുന്ന ശത്രുക്കളോട് സൂചിപ്പിച്ചിട്ടുമുണ്ട്. ആ 40 വയസ്സ് കഴിഞ്ഞ് റസൂലുള്ളാഹിക്ക് നബുവത്ത് കിട്ടിയപ്പോൾ പരിശുദ്ധമായ ഖുർആൻ്റെതായ ആ സുന്ദരമായ ആശയങ്ങളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രംഗത്ത് വന്നപ്പോൾ അപ്പോൾ മുതൽ ശത്രുക്കൾ ഉടലെടുക്കുകയും അവർ തങ്ങളെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിക്കുകയും ചെയ്തു. പരിശുദ്ധമായ ഖുർആൻ്റെതായ മാസ്മരികത കാരണം, ഖുർആൻ്റെതായ ആ ശൈലി, അതിൻ്റെതായ ആ
സ്വതസിദ്ധമായതായ ആ പാരായണ രീതിയൊക്കെ കാരണം അതേതൊരു മനുഷ്യഹൃദയത്തിലേക്കും കോരിത്തെരിപ്പുണ്ടാക്കുകയും ശ്രദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. വാസ്തവത്തിൽ മക്കാ മുശ്രിക്കുകളും പലപ്പോഴും ഖുർആൻ കേൾക്കാൻ വേണ്ടി അവർ നേതൃത്വം ആഗ്രഹിച്ചിരുന്നതായി അന്നത്തെ പശ്ചാത്തലങ്ങൾ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് വലീദ് ബിൻ മുഗീറ. ആ വലീദ് ബിൻ മുഗീറ തൻ്റെ കുടുംബത്തിൻ്റെതായ എല്ലാ സുരക്ഷിതങ്ങളും മാറ്റി മദീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ കേൾക്കാൻ വേണ്ടി തങ്ങളുടെ സദസ്സിലേക്ക് എത്തുകയും ആ ഖുർആനെപ്പറ്റി ഒരുപാട് മദ്ഹുകൾ പറഞ്ഞപ്പോൾ വലീദ് അവരുടേതായ മതത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുമെന്ന് പേടിച്ച കുടുംബം ശക്തമായ താക്കീതോടെ തടയിടുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഖുർആൻ സിഹറാണ്, ഖുർആൻ കഹാനത്താണ് എന്നൊക്കെ പറയുന്നതിലുപരി ഖുർആനുമായി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപകീർത്തിപ്പെടുത്തുവാനും തങ്ങളൊരു മാനസിക രോഗിയാണ്, ഭ്രാന്തനാണ് എന്നൊക്കെ പറയാനാണ്, അത് പ്രചരിപ്പിക്കുവാനുമാണ് മക്കാ ഖുറൈശികൾ പ്രധാനമായും അവർ പരിശുദ്ധമായ ദീനിനെതിരായി പ്രവർത്തിക്കാൻ വേണ്ടി രംഗപ്രവേശനം ചെയ്യുമ്പോൾ തുടങ്ങിയത്. അതേ ആവർത്തനമാണ് ഇന്നും യുക്തിവാദികളും അതുപോലെ പരിശുദ്ധ ദീനിൻ്റെ ശരീഅത്തിൻ്റെ എതിർവാദികളും കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്മത്തിനെതിരായ ഏതൊരു ആയത്ത് വരുമ്പോഴും ഒന്നരായ ശൈഖുന, നമ്മുടെ ഉലമാക്കളൊക്കെ അങ്ങനെ തന്നെയാണ്, അതിൻ്റെ ശരിയായ വശം എന്താണെന്ന് പ്രത്യക്ഷത്തിൽ ഇസ്മത്തിനെതിരായി തോന്നുന്ന ആശയങ്ങൾ ഉണ്ടോ എന്ന് തോന്നുന്നായ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയത് അള്ളാഹുയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് അമ്പിയാക്കളെ സുരക്ഷിതരാക്കിയവരും. ആ അമ്പിയാക്കളുടെ അടുക്കൽ നിന്ന് പരിശുദ്ധമായ ആ ജീവിതത്തിൻ്റെ ശൈലിയിൽ ഒരണവോളം വ്യത്യാസമുണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അമ്പിയാക്കളെല്ലാം ജനങ്ങളുടേതായ മാതൃകയാണ്, അവരോട് പിൻപറ്റി ജീവിക്കേണ്ടവരുമാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാം പാപസുരക്ഷിതരായിരിക്കണം എന്നുള്ള കാര്യം അത് വളരെ ദൃഢപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്തെങ്കിലും തെറ്റുകൾ അവരെടുക്കുന്നുണ്ടായാൽ ഉമ്മത്തിനോട് അവരോട് പിൻപറ്റാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ ഈ തെറ്റിൽ പിൻപറ്റാൻ വേണ്ടി കൽപ്പിക്കുക എന്നുള്ളതായ ഒരാശയം അവിടെ ഉടലെടുക്കും. അതുകൊണ്ട് ഒരിക്കലും അമ്പിയാക്കളെടുക്കുന്ന പങ്കിലമായ എന്തെങ്കിലും ഒരു പ്രവർത്തനമോ പ്രവണതയോ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ്റെതായ ചില ആയത്തുകളിൽ പലരും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന നിലക്കുള്ളതായ ചില വിശദീകരണങ്ങളൊക്കെ വരുമ്പോൾ അതിനെതിരായി ശക്തമായി വന്നരായ ശംസുൽ ഉലമ പ്രതികരിക്കുമായിരുന്നു. പ്രധാനമായി പരിശുദ്ധമായ ഖുർആനിൽ സഹീഹുൽ ബുഖാരിയുടെ തുടക്കത്തിൽ തന്നെ കൈഫക്കാന ബദുൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീൻ്റെതായ പ്രാരംഭം എങ്ങനെയായിരുന്നു എന്നുള്ളതായ അധ്യായത്തിൽ സൂറത്തുൻ നിസായിലെ 146-ാമത്തെ ആയത്ത് ഇന്നാ ഉഹൈന ഇലൈക കമാ ഉഹൈന ഇലാ നൂഹിൻ വന്നബിയ്യിന മിൻ ബഅദിഹി എന്നുള്ള ആ പരിശുദ്ധമായ ആയത്ത്, ആ ആയത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങി ഒരുപാട് അമ്പിയാക്കളുടേതായ പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതുപോലെ ചില അമ്പിയാക്കളൊക്കെ നൂഹ് നബിൻ്റെയും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇടയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ശേഷ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് തുടങ്ങിയതായ അമ്പിയാക്കൾ അവരെയൊന്നും പറയാതെ ഈ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ പറയാനുള്ള കാരണം എന്താണെന്ന് പലരും ഫസീറുകളും പല രേഖപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ട്. മഹാനുകളോട് പറയുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ആദം നബിയും മക്കളും മാത്രമേ ഉള്ളൂ. പിൽക്കാലത്ത് ജനങ്ങൾ വളർന്ന് വന്നപ്പോൾ പല ജാതി ആശയങ്ങളും പല ജാതി പ്രസ്ഥാനങ്ങളും ഉടലെടുത്തത് അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെതായ ആ നുബുവത്തും തുടർന്ന് പറയപ്പെടുന്ന അമ്പിയാക്കളുടെ നുബുവത്തൊക്കെ അത് മുത്തവാത്തിറായ നിലക്ക്, തവാത്തുർ എന്നുള്ളത് ദീനിൽ വലിയതായ ഘടകമാണ്, ഇൽമിൻ്റെതായ ഘടകങ്ങളിൽപ്പെട്ട വലിയൊരു ഘടകമാണെന്ന് ഖബർ സാദിഖ് എന്നുള്ളത് ഷർലാക്കായതൊക്കെ അത് മനസ്സിലാക്കും. ആ ഖബർ സാദിഖിൻ്റെ പ്രധാന ഒരു ഭാഗമാണ് മുത്തവാത്തിറായ ഖബറുകൾ എന്നുള്ളത്. അപ്പോൾ മുത്തവാത്തിറായ നിലക്ക് നുബുവത്ത് സ്ഥിരപ്പെട്ടത് അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്കാണെന്നും
മുസ്തഫീദും മുസ്തവാത്തിറുമായ നിലക്കുള്ളതായ ആ നുബുവത്തിൻ്റെതായ സ്ഥാപനം ഉണ്ടാവുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം മുതൽക്കായതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെ പരാമർശിച്ചത്. അല്ലാതെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി അല്ലാത്തത് കൊണ്ടോ ശീശ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി അല്ലാത്തത് കൊണ്ടോ അല്ല എന്ന് മഹാനവർ പറയുമായിരുന്നു. അതേപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ അൽ-ബഖറ സൂറത്തിൽ 102-ാമത്തെ ആയത്തുണ്ട്. ഒരുപാട് ചർച്ചകൾക്കും ഒരുപാട് വിശദമായ ചർച്ചകൾക്കും വിധേയമായ ആയത്തുകളാണിത്. വത്തബഉമാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാന വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമുനന്നാസ സിഹ്റ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത് വമാറൂത്ത് വമാ യുഅല്ലിമാന മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തക്ഫുർ തുടങ്ങിയതായ ആ ആയത്തിൽ ഹാറൂത്ത് മാറൂത്ത് എന്നുള്ളതായ രണ്ട് വ്യക്തിത്വങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട്. അത് വമാ ഉൻസിലൽ മലക്കൈനി എന്ന് തന്നെയാണ് അവിടെ സഹിയായ മഷൂറായ കിറാത്തിലെല്ലാം ഉള്ളത്. മലിക്കൈനി എന്ന് ലാമിന് കെസറുകൊണ്ടും കിറാത്തുണ്ട്. ഷല്ലക്കാതൊക്കെ പറയുന്നത് മലിക്കൈനി എന്നുള്ള ആ കിറാത്തിനെ പ്രബലമാക്കിയിട്ട് അത് രണ്ട് രാജാക്കന്മാർ അല്ലെ രണ്ട് വലിയതായ നേതാക്കന്മാരായിരുന്നു ഹാറൂത്ത് മാറൂത്ത് എന്ന നിലക്കുള്ള ചർച്ചയിലൂടെയാണ് പോകുന്നത്. അതേസമയത്ത് മലക്കൈനി എന്നുള്ള കിറാത്താകുമ്പോൾ രണ്ട് മലക്കുകൾ തന്നെ ആവണമല്ലോ. മലക്കുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾക്ക് നൽകപ്പെട്ടതുപോലെ പാപസുരക്ഷിതത്വം നൽകപ്പെട്ടവരാണ്, മാസൂമിങ്ങളാണ്. എന്നിരിക്കെ രണ്ട് മലക്കുകളുടെ അടുക്കൽ നിന്ന് ഇത്തരം ഒരു വൃത്തിഹീനമായ കാര്യം എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് ആ ആയത്തിന് പല മുഫസ്സിരീങ്ങളും കൊടുത്ത തഫ്സീറുകൾ നമുക്ക് അനുകരിക്കാൻ പാടില്ല. അതൊക്കെ എന്തെല്ലാമോ ചില കിംവദന്തികളും അതുപോലെ കള്ളക്കഥകളുമുണ്ട് അടിസ്ഥാനത്തിൽ വന്നതാണ്. ഒരുപാട് ചരിത്രങ്ങൾ അതിൻ്റെ പിന്നിലൊക്കെ മഹാന്മാരായ മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ചില ഇഷാറത്തുകളും ചില സൂചനകളുമാണ്. അതിനെല്ലാം വ്യംഗ്യമായ ചില അർത്ഥങ്ങൾ മനസ്സിലാക്കിയെടുക്കണമെന്ന് ഇമാം ഖാദി ബൈദാവി തൻ്റെ തഫ്സീറുൽ ബൈദാവിയിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഹാറൂത്ത് മാറൂത്ത് എന്നുള്ള ആ സംഭവത്തെക്കുറിച്ച് മഹാനവറുകൾ പറയാറുള്ളത് വമാ കഫറ സുലൈമാനു, ആ മാ കഫറ സുലൈമാനോടൊപ്പം മാ നഫിയാണല്ലോ. ആ നഫിയായ മാൻ്റെ അവിടേക്ക് അത്തിഫാണ് വമാ ഉൻസിലൽ മലക്കൈനി എന്നുള്ളത്. വമാ ഉൻസിലൽ മലക്കൈനി, മലക്കുകളുടെ മേൽ ഒന്നും ഇറക്കപ്പെട്ടിട്ടും ഇല്ല എന്നാണ് അർത്ഥം. വമാ കഫറ സുലൈമാനു, സുലൈമാൻ നബി കാഫിറായിട്ടില്ല, സുലൈമാൻ നബി ഒരിക്കലും സിഹർ പഠിപ്പിച്ചിട്ടില്ല എന്നതുപോലെ തന്നെ രണ്ട് മലക്കുകളുടെ മേലിൽ എന്തെല്ലാമോ അവതരിപ്പിച്ചു എന്നും അവരെ പരീക്ഷണത്തിന് വേണ്ടി ദുനിയാവിലേക്ക് അയച്ചു എന്നും അവരൊരുപാട് മനുഷ്യരെ വ്യതിചലിപ്പിച്ചു എന്നൊക്കെ പറയുന്നതായ സംഭവ വികാസങ്ങളൊന്നും ശരിയല്ല. അതൊക്കെ തെറ്റായ കുപ്രചരണങ്ങളാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ളതായ ആ വാർത്തകളൊക്കെ കുപ്രചരണങ്ങളായതുപോലെ ഈ മലക്കുകളെക്കുറിച്ചുള്ള സംഭവങ്ങളും കുപ്രചരണങ്ങളാണ്. അങ്ങനൊന്നും ഉണ്ടായിട്ടേ ഇല്ല. വമാ ഉൻസിലൽ മലക്കൈനി, രണ്ട് മലക്കിൻ്റെ മേൽ ഒന്നും ഇറക്കപ്പെട്ടിട്ടില്ല. ഹാറൂത്തോ മാറൂത്ത, ഹാറൂത്ത് മാറൂത്ത് എന്ന് പേരുള്ള മലക്കുകളുടെ മേലിൽ ഒന്നും ഇറക്കപ്പെട്ടിട്ടേ ഇല്ല. അങ്ങനെ തുടർന്നുള്ള ആ മായൊക്കെ നഫിയായിട്ട് അർത്ഥം വെക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. അവിടെ നമുക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് വന്നതായ കഥകളെല്ലാം വെറും കിംവദന്തികളായതുപോലെ ഈ മലക്കുകളെക്കുറിച്ച് വന്നതായ കഥകളൊക്കെ കിംവദന്തികൾ മാത്രമാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്കൊന്നും ചിന്തിച്ചു പോകരുത് എന്ന് മഹാനവർ പ്രത്യേകം പറയുമായിരുന്നു. അതുപോലെ തന്നെ സൂറത്ത് യൂസുഫിൽ 24-ാമത്തെ ആയത്ത് ഇന്നലെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. വലക്കത് ഹമ്മത്ത് ബിഹി വ ഹമ്മ ബിഹ. സുലൈഖ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ റൂമിൽ വെച്ചുകൊണ്ട് സുലൈഖ നബി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് വേണ്ട വൃത്തികൾ ഉദ്ദേശിച്ച സമയത്ത് വലക്കത് ഹമ്മത്ത് ബിഹി, സുലൈഖ ബിബി യൂസുഫ് നബിയെ കൊണ്ട് എന്തൊക്കെയോ വിചാരിച്ചു. വ ഹമ്മ ബിഹ, ആ സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും മോശമായെന്തോ വിചാരിച്ചു എന്നുള്ള ചില തഫ്സീറുകളെല്ലാം കാണാം. അത് ശരിയല്ല. ഹമ്മ എന്നാണ് യൂസുഫ് നബി ഉദ്ദേശിക്കുന്നതിൽ അവിടെ പരാമർശിച്ചിട്ടില്ല. ഹമ്മ ബിഹ എന്ന് പറഞ്ഞാൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുലൈഖ ബിബി ഒരു അടിയങ്ങ് അടിക്കാൻ തീരുമാനിച്ചു. ഒന്നങ്ങോട്ട് കൊടുത്താൽ ഇവളുടെ എല്ലാ കുതന്ത്രങ്ങളും ഇവിടെ വെച്ച് പരാജയപ്പെടും എന്നുള്ളതായ ആ ചിന്താഗതി തനിക്ക് വന്നുപോയി. പക്ഷേ അവിടെ വെച്ചത് സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായ നിലയ്ക്ക് പിന്നീട് സംഭവിക്കും. കാരണം രാജ കൊട്ടാരത്തിലെ രാജ്ഞിയാണല്ലോ. അതുകൊണ്ട് തന്നെ ലൗലാൻ ആ ബുർഹാൻ റബ്ബിൻ്റെതായ ബുർഹാൻ അവിടെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ യൂസുഫ് നബിൻ്റെ അടുക്കൽ നിന്ന് ആ അടി, ആ പ്രഹരം സംഭവിക്കുമായിരുന്നു എന്ന് വേണം അവിടെ മനസ്സിലാക്കാൻ. അല്ലാതെ ഒരിക്കലും യൂസുഫ് നബിയെക്കുറിച്ച് അങ്ങനത്തെ തെറ്റായ ചിന്താഗതി ഉണ്ടാവരുത്. അതേപോലെ തന്നെ
സൂറത്തു അൻആമിൽ 76-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഒരു സംഭവം പറയുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറുപ്പം മുതലേ ബിംബങ്ങളുടെയും അതുപോലെ തന്നെ ബഹുദൈവ ആരാധനയൊക്കെ അങ്ങേയറ്റം നിഷിദ്ധമായി നിഷേധിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു. അവിടുത്തെ പിതാമഹൻ അല്ലെങ്കിൽ അവിടുത്തേതായ അവിടുത്തെ പിതൃവ്യനാവുന്ന ആസർ ബിംബം ഉണ്ടാക്കി വിൽക്കുന്നതായ വ്യക്തിത്വവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ ഈ ബിംബങ്ങളെ വീട്ടിൽ വെച്ച് കാണുകയും അതിനോട് അങ്ങേയറ്റത്തെ അലർജി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്ന കൂട്ടത്തിൽ ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആസറിനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ ബിംബങ്ങളൊക്കെ പൂജിക്കുന്നത്? അപ്പോൾ ഇത് ഇലാഹുകൾ ആണ്, അള്ളാഹുവിൻ്റെ അടുക്കുള്ളതായ ശുപാർശകരാണ് എന്നൊക്കെ മക്കാ കുഫാരികൾ പറയും പോലത്തായ ചില മറുപടികളൊക്കെ പറഞ്ഞപ്പോൾ, അങ്ങനെ രാത്രി ആയപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, എനിക്കതിനോടൊന്നും താല്പര്യമില്ല, ഞാനതിനൊന്നും ഭാഗത്തെടുക്കാൻ തയ്യാറാവുകയില്ല എന്ന്. അങ്ങനെ ഫലമ്മ ജന്ന അലൈഹില്ലയിലു ആ കോക്കബൻ, രാത്രി ആയപ്പോൾ ഒരു നക്ഷത്രം ഉദയം ചെയ്യുകയും കാല ഹാദാ റബ്ബി, അവിടെ കൂടുതൽ മുഫസ്സിരീങ്ങളും പറയുന്നത് കാല ഇബ്രാഹിം നബി പറഞ്ഞു എന്നുള്ള. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാദാ റബ്ബി എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നക്ഷത്രത്തിലേക്ക് ചൂണ്ടിയിട്ട് ഹാദാ റബ്ബി എന്ന് പറയുമ്പോൾ പിന്നെ ഇബ്രാഹിം നബിൻ്റെതായ തൗഹീദ് പ്രചരണത്തിന് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് ഒരിക്കലും ആ കാലൻ്റെതായ ദമീർ ഇബ്രാഹിം നബിയിലേക്ക് മടക്കാൻ പാടില്ല. അതവിടെ നേരത്തെ ആയത്ത് സൂചിപ്പിച്ചതായ ആസറിനുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെതായ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ കാല എന്ന ഒന്നാമത്തെ കാലയുടെ ദമീർ ആസറിലേക്ക് മടക്കണം. അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം താനുണ്ടാക്കിയതായ ബിംബങ്ങൾക്കൊന്നും ആരാധിക്കാൻ തയ്യാറല്ലെങ്കിൽ, എന്നാൽ പിന്നെ ആകാശത്തുള്ള നക്ഷത്രങ്ങൾ, അതും അവരെ അന്നത്തെ ദൈവങ്ങളായിരുന്നു. അതും പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി പരാമർശിച്ചിട്ടുണ്ട് നക്ഷത്രങ്ങളുടേതായ ദിവ്യത്വങ്ങൾ. അപ്പോൾ ആകാശത്ത് ഉദയം ചെയ്തതായ നക്ഷത്രം ഇതെൻ്റെ റബ്ബാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് അസ്തമാനം കാത്തു നിൽക്കുകയും അസ്തമിച്ചപ്പോൾ കാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ, അസ്തമിക്കുന്ന ഇലാഹുകളെ എനിക്കൊരിക്കലും ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആസറിനോട് പ്രതികരിക്കുകയും ചെയ്തു. ഇങ്ങനെ ആസറും ഇബ്രാഹിം നബിയും അലൈഹി സ്വലാത്തു വസ്സലാം നടന്നൊരു സംവാദമാണ് ആ സംഭവത്തിൽ രേഖപ്പെടുത്തുന്നത്. അതിന് മഹാനവറുകൾ സൂചിപ്പിക്കുന്നത് സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഒരു ഹദീസുണ്ട്, ലം യക്ദിബ് ഇബ്രാഹിമു ഇല്ലാത്ത സലാസ കദിബാത്തിൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 3 കളവിനോട് സാദൃശ്യമായ കലാമുകളല്ലാതെ പറഞ്ഞിട്ടില്ല. ഇബ്രാഹിം നബി അമ്പിയാക്കൾ ഒരിക്കലും കളവ് പറയാൻ പാടില്ല, കാരണം അവരുടേതായ നിർബന്ധമായ സിഫത്തിൽപ്പെട്ടാണ് സിദ്ക്ക് എന്നുള്ളത്. അർസല അംബിയ ദവി ഫത്താന ബിസ്സുദിക്ക്, അവർ സാദിഖ്യങ്ങളായിരിക്കണം, സത്യം പറയുന്നവരായിരിക്കണം. അപ്പോൾ ഒരിക്കലും ഒരു കളവ് പറയാൻ പാടില്ല. അപ്പോൾ ഒരു കളവ് പറയാമെന്ന് പറഞ്ഞാൽ കളവിനോട് സാദൃശ്യത തോന്നുന്നതായ കലാമുകൾ അവരെടുക്കുന്ന ഉണ്ടായിട്ടില്ല 3 പ്രാവശ്യമല്ലാതെ. അവിടെ 3 പ്രാവശ്യമല്ലാതെ എന്ന് വളരെ ഇസ്തിസ്നയായിട്ടാണ് ഇമാം സഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ 3-നേക്കാൾ അപ്പുറം ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. ആ 3 സംഭവങ്ങൾ ഇമാം ബുഖാരി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ബിംബങ്ങളെല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നശിപ്പിച്ചതിൻ്റെ ശേഷം വലിയ ബിംബത്തെ ബാക്കി നിർത്തി ആ വലിയ ബിംബത്തിലേക്ക് തൻ്റെതായ കോടാലി ചാർത്തി വെച്ചുകൊണ്ട് ആ ബിംബത്തിലോട് ചോദിച്ചോളാൻ വേണ്ടി പറഞ്ഞു. ഇവർ ബിംബത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബൽ ഫഅലഹു കബീറുഹും ഹാദ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സംഭവമാണത്. രണ്ടാമത്തത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും സാറാ ബീവിയും കൂടി ഒരു നാട്ടിലൂടെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിലെ രാജാവ് ഒരു സ്ത്രീലംഭനാണ്. അദ്ദേഹം സാറാ ബീവിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കിങ്കമ്മമാർ പിടിച്ചു കൊണ്ടുപോവുകയും കൊട്ടാരത്തിലേക്ക് എത്തിക്കുകയും ചെയ്തപ്പോൾ ഹാദിഹി ഉഖ്തി, ഇതിൻ്റെ സഹോദരിയാണെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയേണ്ടായി. ഇതാണ് രണ്ടാമത്തെ സംഭവമെന്നും. അതുപോലെ തന്നെ മൂന്നാമത്തെ സംഭവം സൂറത്തുൻ നജ്മിൽ ഫനദറ ഇലാ നദറത്തുൻ ഇല നുജൂം, താൻ എന്ത് ചെയ്തു, നക്ഷത്രങ്ങളിലേക്ക് നോക്കി ഫക്കാല ഇന്നി സഖീം, ഞാൻ രോഗിയാണ്, എനിക്കിന്ന് സുഖമില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആഘോഷത്തിനൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞതായ സംഭവം. ഈ 3 സംഭവങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കളവിനോട് സാദൃശ്യമായി പറഞ്ഞ സംഭവങ്ങളെന്ന് സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവർ സഹീഹ് ഹദീസിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ നക്ഷത്രങ്ങൾ ഉദിച്ചപ്പോൾ അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചപ്പോൾ ചന്ദ്രൻ ഉദിച്ചപ്പോൾ ഇതാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞത്, അതൊരിക്കലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതല്ല, അത് ആസർ പറഞ്ഞതാണ്. ആസർ പറഞ്ഞപ്പോൾ അതിൻ്റെതായ പ്രതികരണം എന്നോണം അതൊക്കെ അസ്തമാനം സംഭവിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതൊക്കെ അസ്തമിക്കുന്ന ഇലാഹുകളാണ്, അസ്തമിക്കുന്ന ഇലാഹുകളെ ഇബാദത്തെടുക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നി വജ്ജഹത്തു വജ്ഹില്ലദീ ഫത്തറസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ എന്നുള്ളതായ ആ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഇന്ന് വജ്ജഹത്തു നിസ്കാരത്തിൻ്റെ വർക്കത്തിൽ ഒന്നായ ആയത്തുകൾ ഓതിക്കൊണ്ട് കൗമിനെ, തൻ്റെതായ സമൂഹത്തെ പരിചരിക്കുകയുണ്ടായതെന്ന് മഹാനായ ശംസുൽ ഉലമ പറയാറുണ്ട്. അതേപോലെ തന്നെ വലിയൊരു പ്രശ്നമാണ് സൂറത്ത് ഹജ്ജിലുണ്ട്, വമാ അർസൽന മിൻ ഖബ്ലിക മിൻ റസൂലിൻ വലാ നബിയ്യിൻ
ഇല്ലാ ഇദാ തമന്ന അൽഖസ് ശൈത്താനു ഫി ഉംനിയതിഹി. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, വമാ അർസൽനാ മിൻ ഖബലിക മിൻ നബിയ്യിൻ വലാ റസൂലിൻ, തങ്ങൾക്ക് മുമ്പ് നമ്മളൊരു നബിയെയും റസൂലിനെ അയച്ചിട്ടില്ല. ഇല്ലാ ഇദാ തമന്ന അൽഖസ് ശൈത്താനു ഫി ഉംനിയതിഹി, ആ നബി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ കിതാബ് പാരായണം ചെയ്യുമ്പോൾ ശൈത്താൻ എന്തെങ്കിലും ഒരു കൂട്ടിക്കടത്തൽ നടത്തിയിട്ടല്ലാതെ ഇല്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശൈത്താൻ്റെതായ കൂട്ടിക്കടത്തലുകൾ ഇല്ലാതെയൊക്കെയും അള്ളാഹുവിൻ്റെതായ വഹീനെ നിലനിർത്തുകയും ചെയ്യും എന്നുള്ളതായ ഒരു സംഭവത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിൽ പറയുന്നുണ്ട്. ഹജ്ജ് 52-ാമത്തെ ആയത്തിൽ ആ സംഭവത്തെക്കുറിച്ച് ഒരുപാട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സൂറത്തുൻ നജ്മുമായിട്ടുള്ള ബന്ധപ്പെട്ട സംഭവമുണ്ട്. സൂറത്തുൻ നജ്മ് 20-ാമത്തെ ആയത്തിൽ അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വ മനാത്ത സാലിസത്തൽ ഉഖ്റ എന്ന് മക്കാ മുശ്രിക്കീങ്ങൾ പൂജിച്ചിരുന്നതായ ലാത്ത ഉസ്സ മനാത്ത തുടങ്ങിയതായ ഇലാഹുകളെക്കുറിച്ച് ഒരു പരാമർശം വരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ആദ്യമായാണ് ഈ മക്കാ മുശ്രിക്കീങ്ങളുടേതായ ബിംബങ്ങളെക്കുറിച്ചുള്ളൊരു പരാമർശം പറയുന്നത്. പിന്നെ യഊസ് നസ്ർ ഒക്കെ എന്തിയ വേറെ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൻ നജ്മിയിൽ വന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ സൂറത്തുൻ നജ്മി ഓതിയപ്പോൾ മക്കയിലുള്ളതായ മുശ്രിക്കീങ്ങളും മുസ്ലിങ്ങളും എല്ലാം സുജൂദ് ചെയ്തു എന്നൊക്കെ ഹദീസിൻ്റെ കിതാബുകളുണ്ട് താനും. അപ്പോൾ എല്ലാവരും സുജൂദ് ചെയ്തത് എന്തിനാ? ഈ മുശ്രിക്കീങ്ങൾ സുജൂദ് ചെയ്തത് അവരുടേതായ ബിംബങ്ങളെക്കുറിച്ച് ഒരിക്കലെങ്കിലും മുഹമ്മദിൻ്റെ നാവിലൂടെ പരിശുദ്ധമായ ഖുർആനിലൂടെ അവതരിപ്പിക്കപ്പെട്ടല്ലോ, പറഞ്ഞല്ലോ എന്നുള്ള ആ സന്തോഷത്തിന് വേണ്ടി സൂചിതമാണ്. അപ്പോൾ ഈ അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വ മനാത്ത സാലിസത്തൽ ഉഖ്റ തിൽക്കൽ ഖുറാനീകുൽ ഉല വ ഇന്ന ശഫാഅതഹുന്ന ലതുർതജ, തിൽക്കൽ ഖുറാനീകുൽ ഉല വ ഇന്ന ശഫാഅതഹുന്ന ലതുർതജ എന്നുള്ള ആ ഒരു സംഭവം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നതിൻ്റെ ഇടയിൽ പിശാച് ഈ ലാത്തയും ഉസ്സയും മനാത്തയും കുറിച്ച് പറഞ്ഞപ്പോൾ അതൊക്കെ വലിയതായ ഒരു കഴിവുള്ള സാധനങ്ങളാണ്, സംഭവങ്ങളാണ്. അവറ്റയുടെയൊക്കെ ശഫാഅത്ത് പ്രതീക്ഷിക്കപ്പെടേണ്ടതാണ്. വൈന്ന ശഫാഅതഹുന്ന ലതുർതജ, അവറ്റയുടെ ശഫാഅത്ത് പ്രതീക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള നിലക്കുള്ളൊരു ഖിറാഅത്ത് കേട്ടതായി സദസ്യർക്ക് തോന്നുകയും അപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടേതായ ബിംബത്തെ അംഗീകരിക്കുകയും ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ് എന്ന് ഞങ്ങൾ പറയുന്നതായ ആ അടിസ്ഥാനത്തെ അംഗീകരിക്കുകയും ചെയ്തല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അപ്പോൾ ഖുറൈശികൾ ശത്രുക്കൾ സുജൂദ് ചെയ്ത് എന്നൊക്കെ ചില തഫ്സീറുകളിൽ കാണുന്നുണ്ട്. അത് അങ്ങേയറ്റം മോശമാണ്. അതങ്ങനെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനോ നമുക്ക് മനസ്സിലാക്കാനോ പറ്റുകയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഒരു നബി വരാനില്ല. മുൻഗാമികളാവുന്ന അമ്പിയാക്കളുടെ കാലത്തൊക്കെ അവരവരുടേതായ ദീനിൽ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവർ ഇവിടുന്ന് മൺമറിഞ്ഞു പോയപ്പോൾ പിൽക്കാലത്തുള്ള ആളുകൾ മതത്തിലില്ലാത്ത പല കാര്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് അതെല്ലാം അവർ മതത്തിൻ്റെതായ നിയമങ്ങളാണെന്നും മതത്തിൻ്റെ ന്യായങ്ങളാണെന്നും പറഞ്ഞു വന്നപ്പോൾ അതെല്ലാം നസ്ഖ് ചെയ്യാൻ വേണ്ടിയും അതെല്ലാം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയും തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ അയച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം അങ്ങനെയല്ല. തങ്ങൾ അവസാനത്തെ റസൂലാണല്ലോ. അതുകൊണ്ട് ഒരിക്കലും തങ്ങളുടേതായ ദീനിൽ അങ്ങനത്തെ ഒരു പാകപ്പിഴവുകളോ അല്ലെങ്കിൽ പൈശാചികമായൊരു കടന്നുകയറ്റമോ ഉണ്ടാവാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും രേഖപ്പെടുത്തിച്ചെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കാനും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനുകൾ അതിനെ നിശിതമായി വിമർശിച്ചിരുന്നു. അതിൽപ്പെട്ട അതിനെക്കുറിച്ചൊരു ബൈത്തൊക്കെ മഹാനുകൾ ചൊല്ലിയിരുന്നു. അജബല്ലി തഫ്സീരി തമന്നാ ബിൽ ഖിറാ അതിനാവിയന്തിൽ കൽവറാനി കുൽഉല വല്ലസ്കലാനിയുൽ ഇമാമുൽ അഷ്ഹറു മിമ്മുസ്ബിതി തിൽ കൽവറാനി കുൽഉല ലകിന്നമൽ ഖബറുദ്ദലീലു ലിഖൗലിഹി വാഹിം ഫമാതിൽ കൽവറാനി കുൽഉല لا تفتحن خزانة قد أكفلت بالأفوان فلا لا تفتحن خزانة قد أكفلت بالأفوان ولا تقرب ولا എന്ന് മഹാനവരോട് ബൈത്തായി ചൊല്ലിയിരുന്നു. അഥവാ അബ്തൽത്ത ഇസ്മത്ത ഖൈറമംവത്തി അസറ, ഈ ഭൂമിയിലേക്ക് വന്നതായ അമ്പിയാക്കളിൽ നിന്ന് ഏറ്റവും ഉത്തമനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായ ഇസ്മത്തിനെ നീ പാടെ പിച്ചിച്ചിന്തനാവും. ഇൻ ഖുൽത ഫീ തിൽക്കൽ ഖുറാനി കുലുല
തിൽക്കൽ വറാനിക്കുലുല എന്നുള്ളതായ സംഭവത്തിൽ നീ പ്രവേശിച്ച് അതിനെക്കുറിച്ച് നീ വല്ല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ അടുക്കൽ വലിയ അബദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്മത്തിനെ അങ്ങേയറ്റം അത് തകർച്ചയുണ്ടാക്കുന്ന വിഷയമാണ്. അതിന് കാരണമായിട്ട് അജ്മൽ ലി തഫ്സീരി തമന്ന, സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞതായ തമന്ന എന്ന വാക്കിന് ഖിറാഅത്ത് എന്നുള്ളതായ അർത്ഥം കൊടുത്തുകൊണ്ടാണ് പലരും അതിനെ വ്യാഖ്യാനിച്ചത്. വമാ അർസൽനാ മിൻ ഖബലിക മിൻ നബിയ്യും വലാ റസൂലിൻ ഇല്ലാ ഇദാ തമന്ന, ആ തമന്ന എന്ന വാക്കിന് ഖറഅ എന്നുള്ളതായ അർത്ഥം കൽപ്പിച്ചുകൊണ്ടാണ് ഈ മഹാബദ്ധത്തിലേക്ക് പലരും ചെന്ന് ചാടിയത്. അത് നീ വളരെ സൂക്ഷിക്കണമെന്ന അർത്ഥം കുറിക്കുന്ന ബൈത്തുകളാണ് ആ ബൈത്തുകൾ. അപ്പോൾ അതുകൊണ്ട് ആ തമന്ന എന്നതിൻ്റെ അർത്ഥം മഹാനായ ഇബ്രീസ് എന്ന കിതാബിൽ നമുക്ക് നോക്കിയാൽ കാണാം. തമന്ന എന്നതിനൊക്കെ അർത്ഥം ദീനീ പ്രചരണം നടത്തുക, അല്ലെങ്കിൽ ദീനീ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത് ദീനീ പ്രചരണങ്ങൾ നടത്തുന്നതായ സമയത്ത് പിശാചുക്കൾ മുൻഗാമികളാവുന്ന അമ്പിയാക്കളുടെ കാലത്തിലൊക്കെ അവരെ കൈകടത്തലുകൾ നടത്തിയിരുന്നു, അവരെ കടന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം പിന്നീട് വരുന്നതായ അമ്പിയാക്കൾ നെസ്ക് ചെയ്തിരുന്നു. അതിലപ്പുറം അതിനെ തമന്നക്ക് പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ പിശാചിൻ്റെതായ കടന്നുകയറ്റം ഉണ്ടായെന്നും പിശാചിൻ്റെതായ കലാമ് പരിശുദ്ധമായ ഖുർആനിൽ വന്നുപെട്ടു എന്നൊക്കെ ചിന്തിക്കുന്നത് അങ്ങേയറ്റത്തെ അബദ്ധമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. മഹാനവറുകൾ അതിനെ വളരെ കർശനമായിട്ട് തന്നെ പറഞ്ഞിരുന്നു. പറയുമ്പോൾ ഒന്നുകൂടി ഓർക്കുന്നു, നമ്മുടെ മുസ്തഫ ചെറുപ്പശ്ശേരി മുസ്തഫ ഈ ബൈത്ത് ഉസ്താദിൻ്റെ മുന്നിൽ ഓതിയപ്പോൾ അതിൻ്റെയൊക്കെ മുസ്തഫ കേട്ട് പഠിച്ചതാണ്. അങ്ങനെ ഓതിയപ്പോൾ ഉസ്താദ് വളരെ സന്തോഷം പറയുകയും ഉസ്താദ് എൻ്റെ ബാക്കിയൊക്കെ ചൊല്ലി വിശദമായിട്ട് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതായ ഒരു സന്തോഷം ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ അവർ പറയുന്നതായ വിഷയങ്ങളിൽ വലുതായ കാഴ്ചപ്പാടുകളും വലുതായ അന്തഃസത്തവും ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് സമയം അതിക്രമിക്കുമെന്ന് പേടിച്ചുകൊണ്ട് ഞാൻ കൂടെ നീട്ടിക്കൊണ്ടൊന്നുമില്ല. വന്നിരായ അലി ഉസ്താദ് എത്തിയിട്ടുണ്ട്. സമയബന്ധിതമായി കാര്യങ്ങൾ നീങ്ങണമല്ലോ. ഇങ്ങനെ ഒരുപാട് കിതാബ് തഫ്സീറിലുള്ള ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ മഹാനവർക്ക് പ്രത്യേകമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടിലെല്ലാം വളരെ നമുക്ക് തഫ്സീറുകൾ നോക്കുമ്പോൾ അക്കാലത്ത് തഫ്സീറുകളെല്ലാം കിട്ടാൻ പ്രയാസമായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ഷാമിലെയും മറ്റൊക്കെ നോക്കിയാൽ ഒരുപാട് തഫ്സീറുകൾ കിട്ടാൻ നമ്മുടെ നെറ്റിലൊക്കെ നോക്കിയാൽ അടിച്ച് കിട്ടിയാൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ പല വിഷയങ്ങളും അന്ന് പറഞ്ഞിരുന്ന പല വിഷയങ്ങളും പല തഫ്സീറുകളും രേഖപ്പെട്ടതായിട്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം വിശദീകരിക്കുമ്പോൾ സമയം നീണ്ടുപോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായി മനസ്സിലാക്കുവാനും പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനാണ് നമ്മുടേതായ എല്ലാ നിലക്കുള്ള സുരക്ഷയും, നമ്മുടേതായ ദീനീ സുരക്ഷയും നമ്മുടെ ആശയ സുരക്ഷയും നമ്മുടേതായ ദുന്യാവും ആഖിറവും സലാമത്താവുള്ള മാർഗവും പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആനെതിൽ വരുന്ന എല്ലാ വിമർശനങ്ങളെയും അതിനെല്ലാം പ്രതിയോഗം നടത്തിക്കൊണ്ട് അതിനെല്ലാം നമുക്ക് ശക്തിയുക്തം എതിർത്ത് പരാജയപ്പെടുത്താനുള്ളതായ കുവ്വത്തും ഹിമ്മത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അത്തരമതായ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമാണ് മഹത്തായ ഈ സ്ഥാപനത്തിൽ ഇതുപോലത്തെ സംരംഭങ്ങൾ നടത്തപ്പെടുന്ന. ഇൻഷാ അല്ലാഹ് ഈ ബിൽഡിംഗ് തന്നെ വന്ദരായ ഒക്കെ ഉസ്താദിൻ്റെതായ പേരിൽ ഖുർആൻ റിസർച്ച് സെൻറ്റർ എന്നുള്ള നിലക്കുള്ളതായ ഒരു സ്ഥാപനമായിട്ടാണ് സ്ഥാപനം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അള്ളാഹു ഇതിൻ്റെ എല്ലാ പദ്ധതികളും വിജയിപ്പിച്ചു തരട്ടെ. ഇതിൽ നടക്കുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് വന്ദരായ ബഹ്റുൽ ഉലൂമിൻ്റെ ഹദ്റത്തിലെത്തിക്കട്ടെ. നമ്മുടെയൊക്കെ ഉസ്താദുമാർ മശായിഖുമാർ അവരൊക്കെ ഹദ്റാത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും വലിയ പ്രതിഫലങ്ങൾ അള്ളാഹു നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വന്ദരായ അലി ഉസ്താദിന് വേണ്ടി വേദി നീക്കി കൊടുക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.